പാലക്കാട് ജില്ലയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ചെറു ഗ്രാമത്തിലെ പഴയൊരു വാടക വീട്ടിലായിരുന്നു ലക്ഷ്മിയുടെ ലോകം ഒതുങ്ങി നിന്നത്. പാവപ്പെട്ട വീട്ടിൽ ജനിച്ച അവൾക്ക് ജീവിതം ചെറുപ്പം മുതൽ തന്നെ പരീക്ഷണങ്ങളായിരുന്നു നിറഞ്ഞത്. എങ്കിലും വിവാഹത്തിനു ശേഷം ഭർത്താവിനൊപ്പം ചെറിയ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ മനസ്സിൽ ഒരു പുതുജീവിതത്തിൻ്റെ പ്രതീക്ഷ പിറന്നിരുന്നു. പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടില്ല. അപ്രതീക്ഷിതമായി വന്ന അസുഖം ഭർത്താവിനെ കിടപ്പിലാക്കി. ഒരിക്കൽ കുടുംബത്തിൻ്റെ താങ്ങായിരുന്ന ആൾ ഇപ്പോൾ കിടക്കയിൽ നിശ്ചലമായി കിടക്കുന്നത് കാണുമ്പോൾ ലക്ഷ്മിയുടെ ഹൃദയം പലവട്ടം തകർന്നു. വീട്ടിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള 2 മക്കൾ. അവരുടെ നിർദോഷമായ കണ്ണുകളിൽ പ്രതീക്ഷയും പേടിയും ഒരുമിച്ച് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ആ വീടിൻ്റെ മുഴുവൻ ഭാരവും ലക്ഷ്മിയുടെ നിസ്സഹായമായ തോളുകളിൽ വീണു. പുലർച്ചെ വെളിച്ചം തെളിയുന്നതിന് മുമ്പേ തന്നെ അവൾ എഴുന്നേൽക്കും. ആ പഴയ അടുക്കളയിൽ തീ കത്തിച്ച് കഞ്ഞി വയ്ക്കും. വീട്ടുപണികൾ എല്ലാം തീർത്ത് പഴകിയ സാരിയും പൊടി പിടിച്ച തുണികളും ധരിച്ച് ലക്ഷ്മി വീട്ടിൽ നിന്നും പുറപ്പെടും. അവളുടെ ലക്ഷ്യം ദിവസവും കിട്ടുന്ന കൂലിപ്പണിയിലൂടെ ഈ കുടുംബം നിലനിർത്തുക എന്നതായിരുന്നു. കഠിനമായ വെയിലോ മഴയോ ഒന്നും അവളെ തടയില്ല. കല്ല് ചുമക്കലോ മണ്ണ് വാരലോ വീടുകളിൽ പണിയെടുക്കലോ എന്തു ജോലി കിട്ടിയാലും അവൾ ചെയ്യും. പാതയിലൂടെ നടക്കുമ്പോൾ അവളുടെ മനസ്സ് വീട്ടിലായിരിക്കും. ഇന്ന് കിട്ടുന്ന പണത്തിൽ കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ പറ്റുമോ, ഭർത്താവിൻ്റെ മരുന്ന് തീരാറായോ എന്ന ചിന്തകൾ അവളെ വിട്ടുമാറാറില്ല. വൈകുന്നേരം ക്ഷീണിതയായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കുട്ടികളുടെ അമ്മേ എന്ന വിളി കേൾക്കുമ്പോഴാണ് അവൾക്ക് വീണ്ടും ജീവൻ തിരികെ കിട്ടുന്നത്. അവരുടെ ചിരിയിൽ അവൾക്ക് ഒരു പുതിയ കരുത്ത് കിട്ടും. അവളുടെ ജീവിതം വേദനയും പോരാട്ടവും നിറഞ്ഞതാണെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു ഉറച്ച വിശ്വാസമുണ്ട്. ഒരു ദിവസം എല്ലാം ശരിയാകും. ആ വിശ്വാസമാണ് അവളെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആശുപത്രിയിൽ ക്ലീനിങ് ജോലിക്ക് പോകുന്നത് ലക്ഷ്മിയുടെ ജീവിതത്തിലെ ഒരു നിർബന്ധമായ പതിവായി മാറിയിരുന്നു. പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങി ബസ്സിൽ കയറി ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും അവളുടെ മുഖത്ത് ഒരു തരം ക്ഷീണം പതിഞ്ഞിരിക്കും. എങ്കിലും കയ്യിൽ തൂവാലയും ബക്കറ്റും എടുത്ത് നീണ്ട കോറിഡോറുകളിലൂടെ നടക്കുമ്പോൾ അവൾ തൻ്റെ ദുഃഖങ്ങളെ മറക്കാൻ ശ്രമിക്കും. ആശുപത്രിയിലെ കോറിഡോറുകൾ എല്ലായ്പ്പോഴും ഒരുപോലെ. മരുന്നിൻ്റെ ഗന്ധം, രോഗികളുടെ നിശബ്ദ കരച്ചിൽ, ബന്ധുക്കളുടെ ആശങ്ക നിറഞ്ഞ മുഖങ്ങൾ. ഈ എല്ലാ ദിവസവും കാണുന്ന ലക്ഷ്മിയുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു: ജീവിതം ഇങ്ങനെ തന്നെ തുടരുമോ? വാർഡുകൾ വൃത്തിയാക്കുമ്പോൾ കിടപ്പിലായിരിക്കുന്ന രോഗികളെ കാണുമ്പോൾ അവൾക്ക് തൻ്റെ ഭർത്താവിനെ ഓർമ്മ വരും. ചിലപ്പോഴൊക്കെ കയ്യിൽ തൂവാല നിശ്ചലമാകും, കണ്ണുകൾ നനയും. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൾ സ്വയം കരുത്ത് കണ്ടെത്തി വീണ്ടും ജോലി തുടരും. കാരണം അവൾക്ക് അത് നിർത്താൻ പാടില്ലായിരുന്നു. മാസാവസാനം കിട്ടുന്ന ചെറിയ ശമ്പളം അവളുടെ കയ്യിലെത്തുമ്പോഴേക്കും അത് എങ്ങനെ ചിലവാകുമെന്ന് അവൾക്ക് നന്നായി അറിയാം. വാടക, മരുന്ന്, കുട്ടികളുടെ പഠനം എല്ലാം കൂടി നോക്കുമ്പോൾ ആ പണം ഒരിക്കലും മതിയാകാറില്ല. ഒരു ദിവസം ആശുപത്രിയിലെ മറ്റൊരു ജോലിക്കാരിയുമായി സംസാരിക്കുമ്പോൾ ഗൾഫിലേക്ക് പോയാൽ കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ച് അവൾ ആദ്യമായി കേട്ടു. അവിടെ പോയാൽ ഇവിടെ കിട്ടുന്നതിൻ്റെ 3 മടങ്ങ് കിട്ടും. ആ വാക്കുകൾ ലക്ഷ്മിയുടെ മനസ്സിൽ കുടിയേറി. ആ രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവളുടെ മനസ്സ് ഒരുപാട് ചിന്തകളാൽ നിറഞ്ഞിരുന്നു. കുട്ടികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭർത്താവിൻ്റെ പക്കലിരുന്ന് അവൾ ശാന്തമായി നോക്കി. ഇങ്ങനെ എത്ര നാൾ എന്ന ചോദ്യത്തിന് അന്ന് അവൾക്കൊരു മറുപടി കണ്ടെത്താനായില്ല. പക്ഷേ അതിനിടയിൽ അവളുടെ ഉള്ളിൽ വലിയൊരു തീരുമാനം മുളച്ചു തുടങ്ങി. ഗൾഫിലേക്ക് പോയാൽ? ആ ചിന്ത ആദ്യം അവളെ പേടിപ്പിച്ചു. അന്യദേശം, അന്യഭാഷ, അന്യജനങ്ങൾ. എന്നാൽ പിന്നീടത് അവളുടെ പ്രതീക്ഷയായി മാറി. കുറച്ച് വർഷം സഹിച്ചാൽ മക്കളുടെ പഠനം നന്നായി നടത്താം, ഭർത്താവിന് നല്ല ചികിത്സ കൊടുക്കാം, ഒരു പക്ഷേ സ്വന്തമായി ഒരു ചെറിയ വീടെങ്കിലും പണിയാം. ആ സ്വപ്നങ്ങൾ അവളുടെ കണ്ണുകളിൽ പ്രകാശം നിറച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലക്ഷ്മിയുടെ വീടിനടുത്തുള്ള ഫാസിൽ ഗൾഫിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. വയ്യാതെ കിടക്കുന്ന ലക്ഷ്മിയുടെ ഭർത്താവിനെ കാണാൻ ലക്ഷ്മിയുടെ വീട്ടിൽ വന്നതായിരുന്നു ഫാസിൽ. ലക്ഷ്മിയുടെ കഷ്ടപ്പാട് കേട്ടപ്പോൾ ഫാസിലിന് ഒരു കാര്യം ഓർമ്മയിലെത്തി. താൻ ജോലി ചെയ്യുന്ന അറബിയുടെ ബന്ധുവീട്ടിൽ അടുത്ത വർഷം കുട്ടികളെ നോക്കാനും വീട്ടുജോലിക്കും ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ ചെറിയ അവസരം ലക്ഷ്മിക്ക് വലിയ ഒരു പ്രതീക്ഷയായി തീർന്നു. അവൾ ഒരുപാട് നാളുകളായി കാത്തിരുന്ന ഒരു പ്രതീക്ഷയുടെ രൂപം അങ്ങനെ അവളുടെ മനസ്സിൽ പിറന്നു. അടുത്ത ദിവസം ലീവ് എടുത്ത് മക്കളെ സ്കൂളിൽ അയച്ച ശേഷം ലക്ഷ്മി ഫലം കാണാനായി ഫാസിലിനെ വീണ്ടും കാണാൻ തീരുമാനിച്ചു. ഫാസിൽ ഗൾഫിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് അവളുടെ കണ്ണുകളിൽ തണുത്ത ഭയം വീണു. പക്ഷേ ആ തണുപ്പിനെ മറികടന്ന് ഫാസിൽ അവൾക്ക് ഉറപ്പ് നൽകി. ഭയപ്പെടേണ്ട ചേച്ചി, എല്ലാം ശരിയാക്കാം. നിങ്ങളുടെ പാസ്പോർട്ടും രേഖകളും എനിക്ക് നൽകൂ, ഞാൻ നോക്കാം.
ലക്ഷ്മി അത്ഭുതത്തോടെ പാസ്പോർട്ടും തിരിച്ചറിയൽ രേഖകളും ബാക്കി ആവശ്യമായ കവറുകളും ഫാസിലിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. ആ നിമിഷം മുതൽ അവളുടെ ജീവിതം പുതിയ വഴികളിലൂടെ പോകുന്നതായി അവൾക്ക് തോന്നി. ഈ ചെറിയ നീക്കം, ആ വലിയ തീരുമാനം അവളുടെ കുടുംബത്തിൻ്റെ ഭാവി മാറും എന്ന പ്രതീക്ഷയ്ക്ക് തുടക്കം കുറിച്ചു. സുപ്രഭാതത്തിൻ്റെയും വാസ്തവത്തിൻ്റെയും സംഘർഷണത്തിൻ്റെയും മധ്യേ ലക്ഷ്മിയുടെ മനസ്സിൽ ഒരു ചെറിയ കരുത്തിൻ്റെ പ്രകാശം തെളിഞ്ഞു. ഈ പ്രകാശമാണ് അവളെ അടുത്ത പ്രശ്നങ്ങളെ നേരിടാൻ ഒരുങ്ങുന്ന കരുത്ത് പകർന്നത്. അവളുടെ ഹൃദയം പ്രതീക്ഷയുടെയും ആശങ്ങളുടെയും നാളുകളായിരുന്നു. വിദേശത്തേക്കുള്ള യാത്ര ഒരു ജോലി മാത്രമല്ലായിരുന്നു, അത് അവളുടെ കുടുംബത്തിൻ്റെ ഭാവിക്കായുള്ള ഒരു വലിയ ചുവടുവെപ്പായിരുന്നു. അവൾ അറിയാതെ തന്നെ അവളുടെ ജീവിതം ഇനി പുതിയൊരു അധ്യായത്തിലേക്ക് തിരിയുന്നു. ലീവ് കഴിഞ്ഞ് തിരികെ ഗൾഫിലെത്തിയ ഫാസിൽ ലക്ഷ്മിയുടെ ബയോഡാറ്റ അറബിയുടെ ബന്ധുവിന് കൈമാറി. അവിടുത്തെ കാര്യങ്ങൾ വേഗത്തിൽ നീക്കി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വിസയും ടിക്കറ്റും റെഡിയായി. നാട്ടിലെ ആ ചെറിയ വാടക വീട്ടിൽ നിന്ന് വലിയൊരു ലോകത്തിലേക്കുള്ള യാത്രയ്ക്ക് ലക്ഷ്മി തയ്യാറായി. വിമാനത്താവളത്തിൽ മക്കളുടെ കണ്ണീരോട് കൂടിയ വിടപറച്ചിലും ഭർത്താവിൻ്റെ നിസ്സഹായമായ പ്രാർത്ഥനയും അവളുടെ മനസ്സിനെ കുത്തി നോവിച്ചിരുന്നു. ആദ്യമായി വിമാനത്തിൽ കയറുന്നതിനാൽ അവൾക്ക് വല്ലാത്തൊരു അമ്പരപ്പായിരുന്നു. കൂടെ യാത്ര ചെയ്യുന്നവരോട് തൻ്റെ ഭയം പങ്കുവെച്ചും അവരോട് തന്നെ സഹായിക്കുവാനും അവൾ ആവശ്യപ്പെട്ടു. വിമാനം ഇറങ്ങി ചെക്കിങ്ങും മറ്റും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വന്നു. ഫാസിലിനെ കണ്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. ഫാസിലിനൊപ്പം അവളുടെ സ്പോൺസറായ അറബിയും ഉണ്ടായിരുന്നു. ഗൾഫിലെത്തി അവൾ ജോലി ചെയ്യുന്ന വീട് വലിയൊരു കൊട്ടാരം പോലെ. 3 ആൺമക്കളും 2 പെൺമക്കളുമുള്ള ആ വലിയ വീട്ടിലേക്ക് ആദ്യമായി കാൽ വെച്ചപ്പോൾ ലക്ഷ്മിക്ക് അതൊരു പുതിയ ലോകം പോലെ തോന്നി. വിശാലമായ മുറികൾ, വൃത്തിയായി പരിപാലിച്ച അന്തരീക്ഷം, കുട്ടികളുടെ കളിച്ചിരികൾ എല്ലാം അവൾക്കൊരു പുതുമയായിരുന്നു. ആ വീട്ടിലെ 5 കുഞ്ഞുങ്ങളെ നോക്കുക എന്നതായിരുന്നു അവളുടെ പ്രധാന ജോലി. പക്ഷേ അതുമാത്രമല്ല, ഭക്ഷണം പാകം ചെയ്യൽ, വീട് തൂക്കൽ, കുട്ടികളെ സ്കൂളിന് തയ്യാറാക്കൽ, യൂണിഫോം ഇസ്തിരിയിടാൻ, ലഞ്ച് ബോക്സ് ഒരുക്കാൻ. ദിവസമെങ്ങും അവൾക്ക് നിൽക്കാൻ പോലും സമയം കിട്ടാറില്ലായിരുന്നു. പുലർച്ചെ തന്നെ ദിവസം തുടങ്ങും. അടുക്കളയിൽ ചായയും പ്രഭാത ഭക്ഷണവും ഒരുക്കുമ്പോൾ മുകളിൽ നിന്ന് കുട്ടികളുടെ ശബ്ദം കേൾക്കും. ലക്ഷ്മി, എൻ്റെ ഷൂസ് എവിടെയാണ്? ചേച്ചി, എൻ്റെ ബാഗ് റെഡിയായോ? അവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് എല്ലാം കൈകാര്യം ചെയ്യും. ഓരോ കുഞ്ഞിനെയും തൻ്റെ സ്വന്തം മക്കളെപ്പോലെ തന്നെയാണ് അവൾ പരിചരിച്ചത്. ആ വീട്ടിലെ അറബിയും ഭാര്യയും ജോലിക്കാരായിരുന്നുവെങ്കിലും അവർ ലക്ഷ്മിയോട് കാണിച്ച പെരുമാറ്റം അവൾക്ക് ആശ്വാസമായിരുന്നു. ലക്ഷ്മി, നീ നമ്മുടെ വീട്ടുകാർ തന്നെയാണ്, അവർ പലപ്പോഴും പറയുമായിരുന്നു. ആ വാക്കുകൾ കേൾക്കുമ്പോൾ അന്യദേശത്തായിരുന്നിട്ടും അവൾക്ക് ഒരു സ്വന്തം വീടിൻ്റെ ചൂട് തോന്നും. കുഞ്ഞുങ്ങൾക്കും ലക്ഷ്മിയുടെ അതിയായ സ്നേഹമായിരുന്നു. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ലക്ഷ്മി എന്ന് വിളിച്ച് അവർ അവളുടെ അടുത്തേക്ക് ഓടി വരും. അവരുടെ ചെറിയ സന്തോഷങ്ങൾ പങ്കിടാൻ അവൾ മാത്രമായിരുന്നു അവർക്കുള്ള ഏറ്റവും അടുത്ത മനുഷ്യൻ. എന്നാൽ അവരിൽ ഏറ്റവും കൂടുതൽ അവളോട് അടുപ്പം കാണിച്ചിരുന്നത് 6 മാസം പ്രായമുള്ള ചെറിയ കുഞ്ഞ് അജ്മലായിരുന്നു. അവൻ്റെ അമ്മ ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിനെ ലക്ഷ്മിയുടെ കയ്യിൽ ഏൽപ്പിക്കും. ആദ്യ ദിവസം ആ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ ലക്ഷ്മിയുടെ ഹൃദയം ഒന്ന് നിശ്ചലമായി. തൻ്റെ സ്വന്തം കുട്ടികളെ വിട്ടുവന്ന അവൾക്ക് ആ കുഞ്ഞിൻ്റെ മൃദുവായ സ്പർശനത്തിൽ ഒരു ആശ്വാസം കിട്ടി. കുഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കും. ആ ചിരിയിൽ അവൾക്ക് സ്വന്തം മക്കളുടെ മുഖം കാണാം. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അജ്മലിന് ലക്ഷ്മിയോട് കൂടുതൽ അടുപ്പമായി. അവൾ കയ്യിലെടുത്താൽ മാത്രമേ അവൻ ശാന്തനാകൂ. അവളുടെ ശബ്ദം കേട്ടാൽ മാത്രമേ അവൻ ചിരിക്കും. രാത്രികളിൽ പോലും കുഞ്ഞ് കരഞ്ഞാൽ ലക്ഷ്മിയെ വിളിക്കും എന്ന് വീട്ടുകാർ പറയും. അങ്ങനെ ആ കുഞ്ഞ് ലക്ഷ്മിക്ക് ഒരു ജോലിക്കാരി മാത്രമല്ലാതായി അമ്മയെപ്പോലുള്ള സാന്നിധ്യമായി മാറി. ഒരിക്കൽ കുഞ്ഞിനെ കയ്യിലെടുത്ത് ജനലിന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ നിറഞ്ഞു. എൻ്റെ കുട്ടികൾ ഇപ്പം എന്തു ചെയ്യുകയായിരിക്കും? അവൾ മന്ദമായി കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. ആ നിമിഷത്തിൽ അവൾക്ക് മനസ്സിലായി, ജീവിതം അവളെ എവിടെ എത്തിച്ചാലും അവളുടെ ഉള്ളിലുള്ള ആ അമ്മ ഒരിക്കലും മാറില്ലെന്ന്. കാലം നിശബ്ദമായി മുന്നോട്ട് നീങ്ങി. 1 വർഷം, പിന്നെ 2ആയി, 2ൽ നിന്ന് 5. അങ്ങനെ നോക്കുമ്പോൾ അറിയാതെ തന്നെ 15 വർഷങ്ങൾ കടന്നുപോയി. ആ വീട്ടിലെ ഓരോ മതിലിലും, ഓരോ ചിരിയിലും, ഓരോ ഓർമ്മയിലും ലക്ഷ്മിയുടെ സ്നേഹം പതിഞ്ഞിരുന്നു. എന്നാൽ ആ സ്നേഹത്തിനു പിന്നിൽ ഒരു നിശബ്ദമായ ത്യാഗത്തിൻ്റെ കഥ ഒളിഞ്ഞു കിടക്കുകയായിരുന്നു. അറബിയുടെ വീട്ടിൽ ആദ്യം 6 മാസം പ്രായമുണ്ടായിരുന്ന ആ കുഞ്ഞ് അജ്മലിന് ഇന്ന് 15 വയസ്സുകാരനായി. ആ വീട്ടിൽ ലക്ഷ്മി ഒരു വേലക്കാരി മാത്രമായിരുന്നില്ല, അവൾ ആ കുടുംബത്തിൻ്റെ ഹൃദയഭാഗമായിരുന്നു. കുട്ടികളുടെ ഓരോ പിറന്നാളിനും, ഓരോ സ്കൂൾ വിജയങ്ങളിലും, ആഘോഷങ്ങളിലും, പ്രയാസങ്ങൾക്കിടയിലും ലക്ഷ്മിയുടെ കരങ്ങൾ ആദ്യം എത്തിയിരുന്നു.
അമ്മ എന്ന് വിളിക്കാൻ അവർക്കൊരു ജന്മം നൽകിയ അമ്മ ഉണ്ടായിരുന്നുവെങ്കിലും ലക്ഷ്മിയമ്മ എന്ന് വിളിക്കുമ്പോൾ അവരുടെ ശബ്ദത്തിൽ ഒരു പ്രത്യേക സ്നേഹം തുളുമ്പുമായിരുന്നു. 2 വർഷത്തിലൊരിക്കൽ ലക്ഷ്മി നാട്ടിൽ പോകുന്ന സമയത്ത് ഓരോ തവണയും വിമാനത്താവളത്തിൽ കണ്ണീരായിരുന്നു. വിടപറച്ചിൽ കുട്ടികൾ അവളുടെ കഴുത്തിന് ചുറ്റിപ്പിടിച്ച് കരയും. അറബിയും ഭാര്യയും കണ്ണു നിറച്ച് വേഗം തിരിച്ചു വരണം എന്ന് പറയും. നാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ അവർ ഒരുപാട് സാധനങ്ങളും സമ്മാനങ്ങളും വാങ്ങിക്കൊടുക്കും. മക്കൾക്കുള്ള വസ്ത്രങ്ങൾ, ഭർത്താവിന് മരുന്നുകൾ, വീട്ടിലേക്കുള്ള ചെറു ചെറു സമ്മാനങ്ങൾ. ആ സ്നേഹം ലക്ഷ്മിയുടെ ഹൃദയം നിറച്ചിരുന്നു. എന്നാൽ ആ ജീവിതം എപ്പോഴും ഒരേപോലെ ആവില്ലല്ലോ. ഒരു ദിവസം നാട്ടിൽ നിന്ന് വന്ന ഫോൺ കോൾ അവളുടെ ലോകം തന്നെ തകർത്തു. ഭർത്താവിൻ്റെ അസുഖം ഗുരുതരമായി, ലക്ഷ്മി പെട്ടെന്ന് വരണം. ആ ഒരു വാക്ക് മാത്രം മതിയായിരുന്നു. അവളുടെ ലോകം തകർന്നുപോയി. ഫോൺ വെച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൾ പതുക്കെ അറബിയുടെ അടുത്ത് ചെന്നു. വാക്കുകൾ വരാൻ ബുദ്ധിമുട്ടി. എങ്കിലും അവൾ പറഞ്ഞു തീർത്തു, എനിക്ക് നാട്ടിലേക്ക് പോകണം. അറബിയും ഭാര്യയും തമ്മിൽ നോക്കി. അവരുടെ മുഖത്ത് ആശങ്കയും ദുഃഖവും ഒരുമിച്ച് നിറഞ്ഞിരുന്നു. ലക്ഷ്മി ഈ വീട്ടിൽ ഒരു ജോലിക്കാരി മാത്രമല്ലെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അവൾ ഈ വീടിൻ്റെ ആത്മാവായിരുന്നു. ഇപ്പോൾ പോകേണ്ട എന്നൊരു വാക്ക് അവരുടെ മനസ്സിൽ ഉയർന്നെങ്കിലും ഭർത്താവിൻ്റെ അസുഖത്തെക്കുറിച്ച് കേട്ടപ്പോൾ അത് പറയാൻ അവർക്കാവില്ലായിരുന്നു. മനസ്സോടെ അവർ സമ്മതം നൽകി. ആ വാർത്ത വീട്ടിലുടനീളം പടർന്നു. 15 വയസ്സുകാരനായ അജ്മൽ അത് കേട്ട നിമിഷം അവൻ നിശ്ചലമായി നിന്നു. ലക്ഷ്മിയമ്മ പോകുന്നു. അവൻ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അടുത്ത നിമിഷം അവൻ ഓടിയെത്തി അവളെ ചേർത്ത് പിടിച്ചു. അമ്മ പോകരുത്. എന്നിട്ട് വാവിട്ട് കരഞ്ഞു. ആ കരച്ചിൽ ആ വീട്ടിൻ്റെ മതിലുകൾ പോലും വിറയ്ക്കുന്ന പോലെയായിരുന്നു. കുട്ടികളെല്ലാവരും അവളെ കെട്ടിപ്പിടിച്ചു. ആരും അവളെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ലക്ഷ്മിയുടെ ഹൃദയം പിളർന്നു പോകുന്ന പോലെ. ഒരു വശത്ത് ഭർത്താവിൻ്റെ ജീവൻ, മറുവശത്ത് ഈ കുട്ടികളുടെ സ്നേഹം. കണ്ണുനീർ ഒളിപ്പിക്കാൻ പോലും കഴിയാതെ അവൾ അജ്മലിൻ്റെ മുഖം കയ്യിലെടുത്ത് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഞാൻ തിരികെ വരും. ലക്ഷ്മിയമ്മ നിങ്ങളെ വിട്ട് എവിടെയും പോകില്ല. ആ വാക്കുകൾ അജ്മലിന് ആശ്വാസമായി. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു ഭയമുണ്ടായിരുന്നു. ഇത് സത്യമായിരിക്കുമോ? പോകാനുള്ള ദിവസമെത്തി. സ്യൂട്ട് കേസ് തയ്യാറാക്കി വെച്ചിരുന്നെങ്കിലും ഓരോ വസ്തുവും കയ്യിലെടുക്കുമ്പോൾ അവളുടെ മനസ്സ് ഭാരമായി. ഈ വീട്ടിലെ ഓരോ കോണിലും അവളുടെ ഓർമ്മകൾ പതിഞ്ഞിരുന്നു. ആദ്യമായി കയ്യിലെടുത്ത കുഞ്ഞ്, ആദ്യമായി പറഞ്ഞ അമ്മ എന്ന വിളി, ഓരോ ചിരിയും ഓരോ കണ്ണുനീരും. വീട്ടിൽ നിന്നിറങ്ങാനുള്ള നിമിഷം കുട്ടികൾ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു. അജ്മൽ അവളുടെ കൈ വിട്ടില്ല. അവൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അമ്മ തിരികെ വരുമല്ലോ? ലക്ഷ്മി ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കണ്ണുനീർ മാത്രം മറുപടിയായി. 15 വർഷം സ്വന്തം ജീവനെപ്പോലെ നോക്കിയ ആ കുട്ടികളെ വിട്ട് ഒരു അമ്മയുടെ ഹൃദയം വീണ്ടും രണ്ടായി പിളർന്നുകൊണ്ട് ലക്ഷ്മി ആ വീടിൻ്റെ വാതിൽ കടന്ന് പുറത്തേക്ക് നടന്നു. അവൾ പോയതിനു ശേഷം ആ വീട്ടിൽ ഒരു ശൂന്യത പടർന്നു. ശബ്ദങ്ങളുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു, പക്ഷേ ലക്ഷ്മി മാത്രമില്ലായിരുന്നു. ആ കുട്ടികളെയും ഒരു സ്നേഹ വീടിനെയും പിന്നിലാക്കി വിധി അവളെ മറ്റൊരു അധ്യായത്തിലേക്ക് തള്ളി നീക്കുകയാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. ലക്ഷ്മി നാട്ടിലെത്തിയതിനു ശേഷം ഭർത്താവിൻ്റെ രോഗം മൂർച്ഛിക്കുകയും തുടർന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. ഇത് ലക്ഷ്മിയുടെ ജീവിതം വീണ്ടും അവതാളത്തിലാക്കി. കുഞ്ഞുങ്ങളെ തനിച്ചാക്കി ഗൾഫിലേക്ക് മടങ്ങാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. സ്വന്തം മക്കൾക്കൊപ്പം നാട്ടിൽ സ്ഥിരമായി കഴിയാനാണ് അവൾ തീരുമാനിച്ചത്. ആ തീരുമാനം അറബിയുടെ വീട്ടിൽ ഒരു ശൂന്യതയായി മാറി. കുട്ടികൾ ഏറെ നാളോളം ലക്ഷ്മി അമ്മയെ ഓർത്ത് കരഞ്ഞു. പ്രത്യേകിച്ച് 15 വയസ്സുകാരനായ അജ്മൽ. അവൻ്റെ ഹൃദയത്തിൽ ലക്ഷ്മി ഒരു ഓർമ്മ മാത്രമല്ല, അമ്മയുടെ രൂപമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. അജ്മൽ യുവാവായി പഠനം പൂർത്തിയാക്കി ജോലി നേടി. പക്ഷേ ഒരു സ്വപ്നം അവൻ്റെ ഉള്ളിൽ ജീവിച്ചു. ഒരിക്കൽ ഞാൻ ലക്ഷ്മി അമ്മയെ കണ്ടെത്തും. ആ ആഗ്രഹം അവൻ്റെ ഉള്ളിലെ രഹസ്യമായ പ്രതിജ്ഞയായി മാറി. അജ്മലിൻ്റെ പിതാവ് ഗൾഫിൽ ഒരു കമ്പനി ആരംഭിച്ചു. നിരവധി മലയാളികൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ ഒരു ദിവസം പുതിയ ഒരാൾ ജോലിക്ക് വരുന്നു. കമ്പനിയിലെ ആ വലിയ ഓഫീസിൽ എയർ കണ്ടീഷൻ്റെ തണുത്ത കാറ്റ് വീശിക്കൊണ്ടേയിരുന്നെങ്കിലും അജ്മലിൻ്റെ മനസ്സിൽ ആ ദിവസം എന്തോ വ്യത്യസ്തമായിരുന്നു. കാരണം വ്യക്തമല്ല, പക്ഷേ ഒരു അശാന്തി അവനെ പിടിച്ചു കുലുക്കുകയായിരുന്നു. പുതുതായി ജോലിക്ക് ചേർന്ന ആ യുവാവിൻ്റെ രേഖകൾ പരിശോധിക്കുന്നതിനിടയിൽ അവൻ അവൻ്റെ പാസ്പോർട്ട് കയ്യിലെടുത്തു. പതിവ് പോലെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിലാസം അവൻ്റെ കണ്ണിൽ പതിഞ്ഞത്. പാലക്കാട് ജില്ല, ഒരു ചെറിയ ഗ്രാമം. ആ വാക്കുകൾ കണ്ട നിമിഷം അജ്മലിൻ്റെ വിരലുകൾ നിശ്ചലമായി. ഹൃദയം പെട്ടെന്ന് ശക്തമായി ഇടിക്കാൻ തുടങ്ങി. പാലക്കാട്, ആ ഗ്രാമം, ആ പേരുകൾ വർഷങ്ങളായി അവൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന ഒരു ശൂന്യതയെ തൊട്ടുണർത്തി. ലക്ഷ്മി, ആ പേര് അവൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു ഓർമ്മയായി, ഒരു വേദനയായി, ഒരു സ്നേഹമായി നിലകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ആ വിലാസം വീണ്ടും വായിച്ചു.
ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരു വിറയൽ ഉയർന്നു. ഇത് യാദൃശികമോ, അല്ലെങ്കിൽ വിധിയുടെ നിശബ്ദമായ ഒരു പദ്ധതിയോ? സംശയം അവനെ വിട്ടുമാറിയില്ല. അവൻ തലയുയർത്തി ആ യുവാവിനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഒരു തരം ഉത്കണ്ഠയും പ്രതീക്ഷയും ഒരുമിച്ച് കലർന്നിരുന്നു. ഇങ്ങോട്ട് വരൂ, ശാന്തമായി അവൻ വിളിച്ചു. ആ യുവാവ് അജ്മലിൻ്റെ അടുത്തെത്തി. അജ്മൽ ഒരു നിമിഷം മിണ്ടാതിരുന്നു. എന്തു ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്ന ആശയക്കുഴപ്പം. പിന്നീട് വളരെ സൂക്ഷ്മമായി അവൻ ചോദിച്ചു, നിങ്ങളുടെ നാട് പാലക്കാടാണല്ലേ? അതെ സർ, യുവാവ് മറുപടി നൽകി. അവൻ അടുത്ത ചോദ്യം ചോദിക്കാൻ തയ്യാറായി. നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു നിമിഷം നിശബ്ദം. അടുത്ത നിമിഷം യുവാവ് അത്യന്തം സാധാരണമായി പറഞ്ഞു, അത് എൻ്റെ അമ്മയുടെ പേരാണ് സർ, ലക്ഷ്മി. ആ വാക്കുകൾ കേട്ട നിമിഷം അജ്മലിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ചു. കാലം നിശ്ചലമായി നിന്ന പോലെ അവന് തോന്നി. ചുറ്റുമുള്ള ശബ്ദങ്ങൾ എല്ലാം അപ്രത്യക്ഷമായി. അവൻ്റെ മുന്നിൽ തെളിഞ്ഞത് ഒരു മുഖം, ഒരു ചിരി, ഒരു കൈതഴുക്. ആ ലക്ഷ്മിയമ്മ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഹൃദയം നിയന്ത്രിക്കാനാവാത്ത രീതിയിൽ ഇടിച്ചു. ഇത് യാദൃശികമല്ല, ഇത് വിധിയുടെ മറുപടിയാണ്. വർഷങ്ങളായി അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ശൂന്യതയ്ക്ക് ഇപ്പോൾ ഒരു വഴികാട്ടി കിട്ടിയിരിക്കുന്നു. വർഷങ്ങളായി തേടിയിരുന്ന ലക്ഷ്മിയമ്മയുടെ ഒരു അടയാളം ഇപ്പോൾ തൻ്റെ മുന്നിൽ തന്നെയുണ്ടെന്ന് അജ്മലിന് തോന്നി. കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ആ വികാരം പുറത്തു കാണിക്കാതെ അവൻ തല താഴ്ത്തി നിശബ്ദമായി നിന്നു. ആ നിമിഷം തന്നെ അവൻ്റെ മനസ്സിൽ ഒരു തീരുമാനം ഉറപ്പായി. ഇനി കാത്തിരിക്കില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ യുവാവിനൊപ്പം അജ്മൽ കേരളത്തിലേക്ക് പുറപ്പെട്ടു. വിമാനത്തിലിരിക്കുമ്പോൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നെങ്കിലും അവൻ്റെ കണ്ണുകൾ ആകാശത്തായിരുന്നില്ല. അവൻ്റെ മനസ്സ് 15 വർഷം പിന്നിലേക്കായിരുന്നു. 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, അവനെ നെഞ്ചോട് ചേർത്ത് താലോലിക്കുന്ന ഒരു സ്ത്രീ, രാത്രിയിൽ കരഞ്ഞാൽ ആദ്യം ഓടിയെത്തുന്ന ആ നിഴൽ, ചൂടുള്ള കൈകൾ, മൃദുവായ ശബ്ദം, ലക്ഷ്മിയമ്മ. ആ വിളി ഇന്നും അവൻ്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾ കയ്യിലെടുത്തപ്പോൾ ലഭിച്ച ആ സുരക്ഷിതത്വം, അവളുടെ അടുത്ത് ഉറങ്ങിയ രാത്രികൾ, അവൾ പോയ ദിവസമുണ്ടായ ശൂന്യത, എല്ലാം ഒരു സിനിമ പോലെ അവൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു. ഇപ്പോൾ അവൾ എങ്ങനെയായിരിക്കും? എന്നെ ഓർക്കുന്നുണ്ടാവുമോ? ഈ ചോദ്യങ്ങൾ അവനെ അകത്തുനിന്ന് കുലുക്കി. വിമാനം ഇറങ്ങി. കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തിയ നിമിഷം അവൻ്റെ ഹൃദയം കൂടുതൽ വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. കാറിൽ യാത്ര തുടങ്ങി. നഗരങ്ങളെ പിന്നിലാക്കി. പച്ച നിറഞ്ഞ പാടങ്ങൾ, തെങ്ങിൻ മരങ്ങൾ, ചെറുവഴികൾ, എല്ലാം പുതിയതായിരുന്നു. അവസാനം അവർ ആ ചെറിയ ഗ്രാമത്തിലെത്തി. ചെറിയ വഴിയിലൂടെ കാറ് പതുക്കെ മുന്നോട്ട് നീങ്ങി. ഇരുവശവും പഴയ വീടുകൾ, മണ്ണിൻ്റെ മണം. ദൂരെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അജ്മലിൻ്റെ ഹൃദയം നിയന്ത്രിക്കാനാകാത്ത വിധം ഇടിച്ചു. ഇതാണോ ആ വഴി? ഇവിടെയാണോ എൻ്റെ ലക്ഷ്മിയമ്മ? കാർ നിർത്തി. അവൻ ഇറങ്ങി. കാൽ മുന്നോട്ട് വയ്ക്കാൻ പോലും ഒരു നിമിഷം ഭയമായി. മുമ്പിൽ ഒരു ചെറു വീട്, കാലത്തിൻ്റെ അടയാളങ്ങൾ പതിഞ്ഞ മതിലുകൾ, മുറ്റത്ത് ഒരു പഴയ കസേര. അവൻ്റെ ശ്വാസം തടഞ്ഞുപോയി. വർഷങ്ങളായി അവൻ തേടിയിരുന്ന സ്നേഹം ഇപ്പോൾ ആ വാതിലിനകത്തുണ്ടാകാം. ഒരു നിമിഷം അവൻ കണ്ണടച്ചു. ലക്ഷ്മിയമ്മ എന്നൊരു മൃദുവായ വിളി അവൻ്റെ ഉള്ളിൽ മുഴങ്ങി. പിന്നീട് അവൻ പതുക്കെ മുന്നോട്ട് നടന്നു. ആ ചെറിയ വീടിൻ്റെ വാതിൽ തുറന്നു. വയസ്സിൻ്റെ രേഖകൾ മുഖത്ത് പതിഞ്ഞെങ്കിലും കണ്ണുകളിൽ സ്നേഹത്തിൻ്റെ പ്രകാശം മങ്ങാത്ത ഒരു സ്ത്രീ പുറത്തു വന്നു. ലക്ഷ്മിയമ്മ. മുന്നിൽ നിൽക്കുന്ന ആ യുവാവ് ആരാണെന്ന് ലക്ഷ്മിയമ്മയ്ക്ക് അറിയില്ല. പക്ഷേ അവൻ മന്ദമായി വിളിച്ചു, ലക്ഷ്മിയമ്മേ. ആ 2 വാക്കുകൾ കേട്ട നിമിഷം കാലം 15 വർഷം പുറകോട്ട് തിരിഞ്ഞുപോയി. ആ ശബ്ദത്തിൽ അവൾ ഒരിക്കൽ ഉറക്കത്തിൽ കേട്ടിരുന്ന കരച്ചിലും ചിരിയും വിളികളും എല്ലാം ഒരുമിച്ച് ഒത്തുചേർന്ന ഒരു നിമിഷം. വാതിൽക്കൽ നിന്നിരുന്ന ലക്ഷ്മി കണ്ണുകൾ വലുതാക്കി നോക്കി. മുന്നിൽ നിൽക്കുന്ന ആ യുവാവിൻ്റെ മുഖത്ത് എന്തോ പരിചിതത്വം. ഹൃദയം എന്തോ പറയാൻ തുടങ്ങി. പക്ഷേ മനസ്സത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. മോനെ. ഒരു വിറയലോടെ, അല്പം ഭയത്തോടും പ്രതീക്ഷയോടും കൂടിയ ശബ്ദം അവളുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വന്നു. അജ്മലിന് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അവൻ്റെ കൂടെയുണ്ടായിരുന്ന യുവാവ് പതുക്കെ മുന്നോട്ട് വന്നു. അവൻ ലക്ഷ്മിയുടെ കൈകൾ തൻ്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ചു. ഇവനാണ് നിങ്ങളുടെ കുഞ്ഞ്. ആ വാക്കുകൾ വായുവിൽ നിറഞ്ഞ നിമിഷം അജ്മലിൻ്റെ ശബ്ദം തകർന്നു. അമ്മേ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ കുഞ്ഞ്. ആ നിമിഷം കാലം നിശ്ചലമായി. ലക്ഷ്മിയുടെ ഉള്ളിൽ വർഷങ്ങളായി അടക്കി വച്ചിരുന്ന സ്നേഹം, വേദന, കാത്തിരിപ്പ് ഒന്നാകെ പൊട്ടിത്തെറിച്ചു. എൻ്റെ കുഞ്ഞ്. അവൾ വാവിട്ട് കരഞ്ഞു. അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വർഷങ്ങൾക്ക് ശേഷം തിരികെ കിട്ടിയ ഒരു ജീവനെ പോലെ അവളുടെ കൈകൾ വീണ്ടും പഴയ പോലെ, ഒരു കുഞ്ഞിനെ പോലെ അവൻ്റെ തല തഴുകി. മുടിയിൽ വിരലുകൾ ഓടിച്ചു. എൻ്റെ കുഞ്ഞെ, നീ വന്നോ? ആ ചോദ്യം അതൊരു ചോദ്യം മാത്രമല്ലായിരുന്നു. വർഷങ്ങളായുള്ള കാത്തിരിപ്പിൻ്റെ മുഴുവൻ ഭാരം നിറഞ്ഞ ഒരു വിളി. അജ്മൽ അവളുടെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു.
അവൻ ഇനിയൊരു യുവാവായിരുന്നില്ല. അവൻ വീണ്ടും ആ 6 മാസമായ കുഞ്ഞായി മാറിയിരുന്നു. അമ്മേ, ഞാൻ വൈകിപ്പോയി. കരച്ചിലിനിടയിൽ അവൻ പറഞ്ഞു. ഇല്ല മോനെ, നീ വന്നല്ലോ, അതു മതി. ലക്ഷ്മിയുടെ ശബ്ദം വിറച്ചു. ചുറ്റുമുണ്ടായിരുന്നവർ എല്ലാം മൗനമായി നിന്നു. ആ കാഴ്ചയെ കാണുമ്പോൾ അവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. കാറ്റുപോലും നിശബ്ദമായി. വർഷങ്ങളായി വേർപിരിഞ്ഞിരുന്ന 2 ഹൃദയങ്ങൾ ഇപ്പോൾ വീണ്ടും ഒന്നായി. അതൊരു കണ്ടുമുട്ടൽ മാത്രമല്ലായിരുന്നു, ഒരു ജീവിതം തിരികെ ലഭിച്ച നിമിഷമായിരുന്നു. ആ ചേർത്തുനിൽപ്പിൽ മതമോ ജാതിയോ ഇല്ലായിരുന്നു. ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു അമ്മയെ തൻ്റെ തോളോട് തോൾ ചേർത്ത് നിർത്തി. പക്ഷേ ആ നിമിഷത്തിൽ അവൻ മുസ്ലിം ആയിരുന്നില്ല, അവൾ ഹിന്ദുവുമായിരുന്നില്ല, അവർ അമ്മയും മകനുമായിരുന്നു. ഗ്രാമത്തിലെ ആളുകൾ ആ കാഴ്ച കണ്ടു നിശബ്ദരായി. മനുഷ്യസ്നേഹത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം അവരുടെ മനസ്സിൽ ജീവനോടെ നിന്നു. എന്തൊക്കെയായിരുന്നു കുഞ്ഞെ വിശേഷങ്ങൾ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ, നിങ്ങളില്ലാതെ ഒരിക്കലും പൂർണ്ണമായിരുന്നില്ല അമ്മേ എൻ്റെ ജീവിതം എന്നവൻ മറുപടി നൽകി. അജ്മൽ ലക്ഷ്മിയെ കൂടുതൽ ചേർത്ത് പിടിച്ചു. കൈകൾ വിട്ടുപോകാൻ അവന് മനസ്സില്ലായിരുന്നു. അമ്മേ, അവൻ്റെ ശബ്ദം വിറച്ചു. ഇനി ഞാൻ അമ്മയെ വിട്ടു പോകില്ല. നിങ്ങളെൻ്റെ അമ്മയാണ്. ജന്മം നൽകിയില്ലെങ്കിലും കർമ്മം കൊണ്ട് നിങ്ങളെൻ്റെ അമ്മയാണ്. ആ വാക്കുകൾ കേട്ട നിമിഷം ലക്ഷ്മിയുടെ കണ്ണുകളിൽ ഒരു അപൂർവമായ ശാന്തത തെളിഞ്ഞു. വർഷങ്ങളായി ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ഒരു കാത്തിരിപ്പ്, ഒരു വേദന, ഒരു സ്നേഹം, ഇന്ന് അതിനൊരു മറുപടി കിട്ടിയിരുന്നു. ലക്ഷ്മി പതുക്കെ അവൻ്റെ മുഖം കൈകളിൽ പിടിച്ചു. കണ്ണുകളിൽ നിറഞ്ഞ സ്നേഹത്തോടെ നോക്കി. എൻ്റെ കുഞ്ഞ്, അതിലധികം ഒന്നും പറയേണ്ടതില്ലായിരുന്നു. വർഷങ്ങൾ അകറ്റിയ സ്നേഹം ഒരു നിമിഷത്തിൽ വീണ്ടും ഒന്നായി. ആ ഒത്തുചേർന്നിട്ടുള്ള നിൽപ്പ് ഒരു അമ്മയും മകനും തമ്മിലുള്ളത് മാത്രമല്ലായിരുന്നു, അതൊരു ജീവിതത്തിൻ്റെ വിജയമായിരുന്നു, ഒരു സ്നേഹത്തിൻ്റെ സാക്ഷ്യം. ആ കാഴ്ച കണ്ടു നിന്ന എല്ലാവർക്കും ഒരേ ചിന്തയായിരുന്നു. അമ്മയുടെ സ്നേഹത്തിന് അതിരുകളില്ല, മതങ്ങളില്ല, ദേശങ്ങളില്ല, രക്തബന്ധങ്ങൾ മാത്രം മതിയാകുന്നില്ല. മനുഷ്യബന്ധങ്ങൾ, അത് ദൈവത്തിൻ്റെ ഭാഷയാണ്. അവിടെ വേർതിരിവുകൾക്ക് ഒരിക്കലും സ്ഥാനമില്ല. ആ ചെറിയ ഗ്രാമത്തിൽ, ആ പഴയ വീട്ടുമുറ്റത്ത് ഒരു വലിയ സത്യം വീണ്ടും എഴുതപ്പെട്ടു. ചരിത്രം വലിയ പുസ്തകങ്ങളിൽ മാത്രമല്ല എഴുതപ്പെടുന്നത്, ഇങ്ങനെയുള്ള ചെറിയ നിമിഷങ്ങളിൽ കൂടിയാണ്. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ആണ് അത് ജനിക്കുന്നത്. ഒരു ദിവസം ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ വീണ്ടും കണ്ടെത്തി. ഒരു മകൻ തൻ്റെ ലോകം വീണ്ടും കണ്ടെത്തി. സൂര്യൻ പതുക്കെ അസ്തമിക്കുമ്പോൾ ആ വീട്ടുമുറ്റത്ത് നിന്നിരുന്ന ആ 2 നിഴലുകൾ ഇനി ഒരിക്കലും വേർപിരിയില്ലെന്നൊരു വാഗ്ദാനമായി നീണ്ടുനിന്നു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുമല്ലോ. ഇതുപോലെ ഹൃദയസ്പർശിയായ കഥകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.